Hi all friends, welcome to MTM Political Talk. ഇന്നാണല്ലോ അറഫ സംഗമം. ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സംഗമവേദിയാണ് അറഫ സംഗമം. നേരിട്ട് 2 ദശലക്ഷം പേരാണ് പങ്കെടുക്കുന്നത് എങ്കിലും പ്രഭാഷണം ലോകത്താകമാനമുള്ള മുസ്ലിങ്ങളുടേതായിട്ടാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. നേരിട്ട് 2 ദശലക്ഷം പേരാണ് പങ്കെടുക്കുന്നതെങ്കിലും ഏകദേശം 18നും 20നും ഇടയിൽ ആണ് ആൾക്കാർ പങ്കെടുക്കുന്നതെങ്കിലും ലോക മുസ്ലിങ്ങളോടായിട്ടാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ ഈ പ്രഭാഷണത്തിനും ഇതിലെ സന്ദേശത്തിനും കാതോർക്കും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഹജ്ജിനായി എത്തിയ 2 ദശലക്ഷം തീർത്ഥാടകരെ സാക്ഷി നിർത്തി ലോക മുസ്ലിങ്ങളോടായി മക്ക ഇമാം ഡോക്ടർ സാലിഹ് ബിൻ ഹുമൈദ് ആണ് പ്രഭാഷണം നടത്തിയത്. പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരാമർശിക്കാം. നീതിയിലും ഭക്തിയിലും സഹകരിക്കുക, കുടുംബ ബന്ധം നിലനിർത്തുകയും മാതാപിതാക്കളോട് ദയ കാണിക്കുകയും വേണം. ഇതാണ് ഈ പ്രഭാഷണത്തിന്റെ പ്രധാന ഭാഗം. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നും മക്ക ഇമാം എടുത്തു പറഞ്ഞത് മക്കയിലെ നമീറ മസ്ജിദിലാണ് അറഫ പ്രഭാഷണം നിർവഹിക്കുന്നത്. എല്ലാ വർഷവും അവിടെ തന്നെയാണ് ഈ പ്രഭാഷണം നിർവഹിക്കാറുള്ളത്. പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ണോടിക്കാം. ദൈവിക കൽപ്പനകൾ പാലിച്ചും വിലക്കിയത് ഒഴിവാക്കിയും നീതിയിലും ഭക്തിയിലും സഹകരിക്കാൻ ദൈവം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ദൈവം ഭക്തരെ സ്നേഹിക്കുകയും അന്തിമഫലം ഭക്തിയുള്ളവർക്കാണ്. കുടുംബബന്ധം നിലനിർത്തുകയും മാതാപിതാക്കളോട് ദയ കാണിക്കുകയും സത്യം പറയുക, വിനയത്തോടെ സംസാരിക്കുക, കരാറുകളും വാഗ്ദാനങ്ങളും നിറവേറ്റുക, എല്ലാം ധാർമ്മികത പുലർത്തുക, നല്ല ധാർമ്മികത പുലർത്തുക എന്നിവ എല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്നതിൽ ക്ഷമ കാണിക്കണം. അനുഗ്രഹങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. അനുഗ്രഹങ്ങൾ തരുമ്പോൾ അതിന് ദൈവത്തോട് നന്ദി പറയണം. പാപമോചനം തേടുകയും ദൈവത്തോട് പാശ്ചാത്തപിക്കുകയും ചെയ്യണം. എന്നിവയെല്ലാം വിശ്വാസത്തിന്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം അംഗീകരിക്കുകയും പാലിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് വിശ്വാസത്തിന്റെ ഭാഗം. ഒരു വിശ്വാസിയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരിക്കണം എന്നാണ് ഇമാം പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. വിശ്വാസത്തിലൂടെയാണ് മോശവും ഇഹത്തിലും പരത്തിലും നേട്ടങ്ങളും ഉണ്ടാകുന്നത്. ഹജ്ജിനെ വ്യവസ്ഥാപിതമാക്കുന്ന വിശ്വാസങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതും മതപരവും ധാർമ്മികവുമായ കടമയാണ്. നാഗരികമായ പെരുമാറ്റമാണ് അത് ബുദ്ധിമുട്ടുകളില്ലാതെ കർമ്മങ്ങളുടെ സുഗമമായ നിർവഹണത്തിലേക്ക് കടക്കാൻ സഹായിക്കും. നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സക്കാത്ത് നൽകേണ്ടതിനെ കുറിച്ചും മക്ക ഇമാം പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. സക്കാത്ത് മനുഷ്യന്റെ പിശുക്കിനെ കുറക്കാൻ സാധിക്കുമെന്നും മക്ക ഇമാം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ മറ്റുള്ള പ്രവർത്തികളിൽ നിന്ന് മോചനം നേടുവാനും മറ്റുള്ള ദുഷ്പ്രവർത്തികളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിയാതിരിക്കാനും നമസ്കാരത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകണമെന്നും മക്ക ഇമാം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ലോക മുസ്ലിങ്ങൾ മുഴുവൻ ഏകദേശം 20 ലക്ഷം ആളുകളാണ്, 18നും 20നും ഇടയിലുള്ള 20 ലക്ഷത്തിനുള്ളിലുള്ള ആളുകളാണ് മക്കയിൽ നേരിട്ട് പങ്കെടുക്കുന്നത് എങ്കിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള മുസ്ലിങ്ങൾക്കുമുള്ള ഒരു സന്ദേശമായാണ് അറഫ സംഗമം അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ അറഫ പ്രഭാഷണത്തിന്റെ ചുവട് പിടിച്ചാണ് ഇന്ന് എല്ലാ ഹജ്ജിനും അറഫ ദിനത്തിൽ മക്ക ഇമാം നമീറ മസ്ജിദിൽ നിന്ന് ഈ പ്രഭാഷണം നടത്തുന്നത്. ഈ പ്രഭാഷണത്തിന് അത്രയുമേറെ പ്രാധാന്യം വിശ്വാസി സമൂഹം നൽകുന്നുമുണ്ട്. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഈ പ്രഭാഷണം ശ്രവിക്കുകയും ഈ പ്രഭാഷണം നേരിട്ട് ശ്രവിക്കുകയും ഇല്ലെങ്കിൽ അത് വായിച്ചറിഞ്ഞു അല്ലെങ്കിൽ കേട്ട് അറിഞ്ഞും അത് വിശ്വാസികൾ മുഴുവൻ അത് ഉൾക്കൊള്ളുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അറഫ പ്രഭാഷണത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അറഫ പ്രഭാഷണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്.
ലോക മുസ്ലിങ്ങളുടെ ഒരു സംഗമവേദിയാണ് അറഫ സംഗമം. 18-നും 20-നും ലക്ഷം ഇടയിൽ ഉള്ള ആളുകളാണ് ഇടയിലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് എങ്കിലും അറഫ സംഗമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ലോക മുസ്ലിങ്ങളും ഒന്നിച്ച് ഈ പ്രഭാഷണം ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെയാണ് ഈ അറഫ പ്രഭാഷണത്തിന്റെ പ്രത്യേകതകൾ. അറഫ സംഗമം, അറഫ പ്രഭാഷണം, ഇതെല്ലാം ലോക മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ വളരെ ആഴത്തിലുള്ള മെസ്സേജുകളാണ് ഇതിൽ നിന്ന് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക മുസ്ലിങ്ങൾ മുഴുവൻ ഈ അറഫ സംഗമത്തെയും ഈ പ്രഭാഷണത്തെയും ഒക്കെ വളരെ ഭക്തിയോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ പ്രഭാഷണം നമ്മൾ ജീവിതത്തിൽ മുഴുവൻ അത് സാധൂകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും വീക്ഷിച്ചതിന് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഷയം ഇഷ്ടമായാൽ അത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുവരെ